Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വ്ളോഗായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഗാരേജിൽ കർണാടകയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ബാക്കിൽ കിടക്കുന്നത്. ഇവർ വരുന്ന വഴിക്ക് വണ്ടി തട്ട് ചെയ്തത് അതിൻ്റെ ഫ്രണ്ടിൽ ആറച്ചിലുള്ള എയർ ഫില്ലർ ഇതേണ്ട ഡാമേജ് ആയിപ്പോയി. നമുക്ക് ഇനി ഈ ഫില്ലർ മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നറിലൊക്കെ കണ്ട ക്രാക്കൊക്കെ വന്നു. അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ ഫില്ലർ ചേഞ്ച് ചെയ്യണം. ട്രക്കിൻ്റെ ബാക്കിൽ വന്ന് ഇടിച്ച് കയറി എന്നാണ് പറഞ്ഞത്. പക്ഷെ ആർക്കൊന്നും പറ്റിയൊന്നുമില്ല. ഗാരേജിക്ക് കാലത്ത് തന്നെ പോകുമ്പോൾ ഈ ഒരു വണ്ടി ഇന്നലെ ബമ്പർ പെയിൻറ്റിങ് ചെയ്ത് നിങ്ങൾ കണ്ടിരിക്കും. ആ ബമ്പർ പെയിൻറ്റ് ചെയ്തു, പ്രോബ്ലം സോൾവ് ആയി. ഇവിടെ വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ അയച്ച ഒരു വണ്ടിയാണ് ഇത്. നിങ്ങൾ ഇന്നലെ വീഡിയോയിൽ കണ്ടിരിക്കും. ഒരു വൈറ്റ് ഇന്നോവ അയക്കണത്. അയച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടി ഇവർ ഈ ഒരു ഫില്ലർ മാറ്റിയിട്ടുണ്ട്. അത് ഇവിടെ നോക്കണമെങ്കിൽ കണ്ടോ, ഇതേപോലെ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ റൂഫും പുതിയ റൂഫാണത്. ഇന്നർ റൂഫും ചേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അയച്ചിട്ട് അതിൻ്റെ ഇന്നറിൽ എന്താണ് അവസ്ഥ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ടോപ്പും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇതൊരു ബെൻഡ് വരാണ്ടിരിക്കാൻ മാക്സിമം നോക്കണം. എന്നാലും രണ്ടാളൊക്കെ വിളിച്ച കാരണം ബെൻഡ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അറിയാൻ പറ്റും. ഒന്നാമത് ഇതിപ്പോൾ റീപ്ലേസ് ആയിട്ട് അധികം നാളായിട്ടില്ല കേട്ടോ. നീറ്റാണ് ടോപ്പ്. ബോൾട്ട് ഒടിഞ്ഞിട്ടുണ്ട്. ആ ലൈറ്റ് ഉണ്ട്. പ്രൂഫും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുമ്പോൾ അത് കറക്റ്റ് എടുത്ത് വെച്ചില്ലെങ്കിൽ അതിന് പണി വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം മഴ പെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ വല്ല മടങ്ങയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ ആണ്. അപ്പോൾ അത് കാരണം നമ്മൾ ആ വണ്ടി എന്തായാലും പാച്ച് വർക്ക് കുറച്ച് ദിവസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളത് മാരേജിൽ സേഫായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് തന്നെ അഴിച്ചു നമുക്ക് ഇന്നർ ചെക്ക് ചെയ്യാം. ഫില്ലർ ഓൾറെഡി മാറ്റേണ്ടതാണ്. ഫില്ലർ ഇവിടെ മാറ്റിയത് കണ്ടു ഞാൻ, ജോയിൻറ്റ് കണ്ടില്ലേ, സിലിക്കോൺ ഇട്ടിട്ടുണ്ട്. പക്ഷെ ബാക്കിലേക്ക് അവർ റീപ്ലേസ് ചെയ്തിട്ടില്ല. പക്ഷേ ബാക്ക് എനിക്ക് പറഞ്ഞു ഇന്നർ ഔട്ടർ ഡെൻറ്റ് വന്നിട്ട് ക്ലീൻ ചെയ്തതാണ്. ഇപ്പോൾ ജോയിൻ്റ് അടിച്ചപ്പോൾ അവിടെ എപ്പോസി പെയിൻറ്റ് ചെയ്തില്ല. അത് കാരണമാണ് മെയിനായിട്ട് തുരുമ്പ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് വന്നത്. അപ്പോൾ ഔട്ടറിൽ റെസ്റ്റ് വന്നത് മിക്കവാറും ഇതടിക്കാണ്ട് തന്നെ ആയിരിക്കണം അല്ലേ. വേണ്ട, തുരുമ്പടി പെയിൻ്റ് അടിക്കാനേക്കാൾ മുമ്പ് നമ്മളെന്തെങ്കിലും ഒരു പ്രൈമർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല. ഇതിപ്പോൾ ഈ വശങ്ങൾ ഇങ്ങനെ നോക്കണമെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. കണ്ട മൊത്തം പുട്ടിയിലാണ് നിർത്തിയിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഈ ഔട്ടറിലുള്ള ഫ്രെയിം ഇപ്പോൾ വണ്ടി വല്ല മറച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഔട്ടറിലുള്ള ഫ്രെയിം ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ. ഔട്ടർ ഫ്രെയിം ഉള്ളിലേക്ക് പോയിട്ട് ഈ ഒരു ഔട്ടർ മാത്രം, ഇന്നർ കുഴപ്പമില്ല. ഇന്നർ നോക്കി പക്ക നീറ്റാണ്. ഔട്ടർ മാത്രം ഉള്ളിലേക്ക് പോയത് ലെവൽ ചെയ്ത് പുട്ടിയിട്ട് ലെവൽ ചെയ്ത് എടുത്തു. നമുക്കിത് ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം ഈ ഒരു മെറ്റൽ പുറത്തേക്ക് എടുത്തിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. കോട്ടൺ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് നോക്കേണ്ടി വരും കേട്ടോ. ആ ബാക്ക് ഇന്നർ ടോപ്പുകളും കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അല്ല. ആ ജോയിൻറ്റിൽ അവിടെ ചുളുക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ഈ ഗ്ലാസ് പഴിക്കണം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഡോറിൻ്റെ ഇതിൻ്റെയൊക്കെ പണികൾ തീർത്തിട്ട് ഇതിലേക്ക് വരാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വർക്കിന് കയറ്റിയ മറ്റൊരു വണ്ടിയാണ് കേട്ടോ. ഇതിപ്പോൾ മിഞ്ഞാന്ന് വന്ന വണ്ടിയാണ്. ഒരു വണ്ടി പാച്ച് വർക്ക് ഉണ്ട്. ഇപ്പോൾ റണ്ണിങ് ബോർഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല റഷ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലോർ അതേപോലെ തന്നെ ഉണ്ട്. ഇന്നത്തെ വശങ്ങളൊക്കെ പാച്ച് ഉണ്ട്. ഇപ്പോൾ ഈ ഇടയായിട്ട് പാച്ച് വർക്ക് വണ്ടികൾ കുറച്ച് കൂടുതലാണ്. ഇന്നർ ഫ്ലോറും അതെ നോക്കണമെങ്കിൽ പാച്ച് കാണുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇന്ന് അഴിക്കുകയാണ് കേട്ടോ വണ്ടി. ഇവിടെയൊക്കെ തുരുമ്പിൻ്റെ ഒരു ഇഷ്യൂ കാണുന്നുണ്ട്. അത് ചില പണികൾ വണ്ടി അഴിക്കുമ്പോഴേ അറിയുള്ളൂ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല. കണ്ടോ
കഴിച്ചപ്പോൾ ഫ്രണ്ടിലെ അവസ്ഥയാണ് കാണുന്നത്. ഒരു ഫോർഡ് ഫിയസ്റ്റ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നാൾ മുമ്പ് കുറച്ച് ദിവസമായിട്ട് വണ്ടി വന്നിട്ട് അപ്പോൾ ഇന്നത് നമ്മൾ വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും. വണ്ടി ഫുൾ പെയിൻറ്റിങ്, സീറ്റ് വർക്ക്, അങ്ങനെ ഒരുപാട് വർക്കായിട്ട് വന്നിട്ട് ഒരു വണ്ടിയാണ്. 2009 രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ വണ്ടി നമ്മൾ ഇന്ന് അഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാരേജിലേക്ക് കയറ്റണം കേട്ടോ. അപ്പോൾ ഇന്ന് CarJJ V2 വന്നാണ് ഒരു ഫോർച്യൂണർ കണ്ടത്. ഇത് ഡാർക്ക് എഡീഷനിലേക്ക് മാറ്റാനായിട്ടാണ് വന്നത്. അതിൻ്റെ അലോയ് വീൽ, അതേപോലെ ഗ്രില്ല് സാധനമാണ് ഫുൾ ഡാർക്ക് എഡീഷനിലേക്കും. അതേപോലെ തന്നെ ഇന്ത്യയിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് തന്നെ ഡാർക്ക് എഡീഷൻ. ഇന്ത്യയിൽ ഫുൾ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് ഡാർക്കിലേക്ക്, ബ്ലാക്കിലേക്ക്. അതേപോലെ തന്നെ സീറ്റ്, ഈ ഒരു ടൈപ്പ് സീറ്റാണ്. ഇതൊക്കെ മാറ്റി ബ്ലാക്ക് ആൻഡ് റെഡ് സ്റ്റിച്ചിങ്ങിലേക്ക് ചെയ്യുന്നുണ്ട്. ബാക്കൊക്കെ ഈ ഒരു ടൈപ്പാണ്. ഇത് ഫുൾ വർക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ജോബ് കാർഡ് ഓപ്പണിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ചെത്തി. പുറത്ത് പോയി കയറുന്നു ഞാൻ. പിന്നെ നമ്മുടെ CarJJ V2 പോയി കയറുന്നു. അപ്പോൾ നമ്മുടെ ഫോർഡ് ഫിയസ്റ്റ ഫുള്ളായിട്ട് അയച്ചിട്ടേക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമറോട് ഞാൻ ചേഞ്ച് ചെയ്യാനായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഹെഡ്ലൈറ്റ് ഒന്നാമത് ഫ്രണ്ട് അവസ്ഥ മോശമാണ്. അതുപോലെ തന്നെ റീപെയിൻ്റൊക്കെ ചെയ്തിട്ട് കണ്ടോ ഒരവസ്ഥയിലേക്കാണ്. അപ്പോൾ അത് നമ്മൾക്ക് എന്തായാലും റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഐഡിയ കേട്ടോ. അതേപോലെ നമ്മുടെ കാലത്ത് പാച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഈ കോർണറിലെ ഒരു ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാച്ചുള്ള വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് അയച്ചിട്ടാണ്. ഗ്ലാസിൻ്റെ ആ ഒരു ഫ്രെയിമും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു ജോയിൻ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈച്ചാണ് കേട്ടോ. ക്വാർട്ടർ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലെ ക്വാർട്ടർ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂഫും കാര്യങ്ങളൊക്കെ അയച്ചത് നിങ്ങൾ ഇന്നലെ കണ്ടിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ്സെല്ലാം കാര്യങ്ങളെല്ലാം അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്വാർട്ടർ ഗ്ലാസ്സെല്ലാം അയച്ചിട്ട് ഇതിപ്പോൾ എന്തിട്ട് ചെയ്യണേ ചേട്ടാ? ജോയിൻറ്റ് കറക്റ്റ് ചെയ്യണം അല്ലേ? ഇത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ജോയിൻ്റാണ്. ജോയിൻ്റ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ്. ഈ ഒരു ജോയിൻ്റ് ഇപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്തെടുക്കണം അല്ലേ? ഡാഷ്ബോർഡിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ അയച്ചു. പിന്നറിൽ റസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അവിടെ പോച്ചയൊക്കെ അടിച്ച് കൊടുക്കണം. ഏതാ എന്നാ കാണുന്നുണ്ടോ? ഈ ഒരു അവസ്ഥയാണ് ഇന്നറിൽ. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് എടുക്കും. ഇതിപ്പോൾ ഇത് കുത്തിയാണ് ഇതിന് ജോയിൻ്റ് ചെയ്യാനല്ലേ? ഓക്കെ. അതേപോലെ തന്നെ നമ്മളുടെ ബ്രിട്ടീഷ് റൈസിങ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള കളർ അടിച്ച് ഇറക്കി സെറ്റിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്വിഫ്റ്റിൻ്റെ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഇത് കഴിയാറായി നിൽക്കുന്നു. അതേപോലെ നമ്മുടെ സഫാരി പ്രൈമർ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. സഫാരി ടോപ്പ് നമ്മൾ പ്രൈമർ അടിക്കില്ല, നോർമൽ സർഫേസർ അടിക്കണുള്ളൂ. 2K പ്രൈമർ സൈഡ്, ക്യാപ്സിയുടെ പ്രൈമർ സൈഡിൽ ഫുള്ള് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ രീതിയിൽ നിൽക്കുന്നു. അതേപോലെ ഒരു ടാക്സി ഇന്നോവ കംപ്ലൈൻറ്റ് ഇന്നോവയായിരുന്നു. പെയിൻറ്റിങ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ഒരുപാട്. ഇപ്പോൾ ടാക്സി പർപ്പസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വർഷാവർഷം നമുക്ക് എന്നിട്ടാ പെയിൻറ്റിങ് ചെയ്യേണ്ട അല്ലെങ്കിൽ ടച്ചപ്പ് ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ട് തന്നെ 3-4 ലെയറൊക്കെ പെയിൻറ്റിങ് കുറഞ്ഞ NC പെയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്തു. അതിനുശേഷം ഇന്നറിലടക്കം പ്രൈമർ ആപ്ലിക്കേഷൻ നടത്തിയിട്ടാണ് ഇപ്പോൾ വണ്ടി പൂത്തി കയറിയപ്പോൾ മാസ്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിക്കാൻ പോകുന്നത് 040 എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നോവയ്ക്ക് വരുന്ന വൈറ്റ് കളർ അടിക്കണം. സിൽവർ ആയിരുന്നു വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മാസ്കിങ് കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതേപോലെ ഒരു കൊറോള ഓൾട്ടീസ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ അത് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 3 മാസം മുമ്പ് നമ്മുടെ ഇവിടുന്ന് ഗാരേജിൽ നിന്ന് ഡെലിവറി പോയ വണ്ടിയാണ്. വണ്ടി ഒരു ഇടിച്ചു ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടി. ബോണറ്റും അതേപോലെ തന്നെ സെൻറ്ററും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. കാരണം വണ്ടി ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മാസം അടുത്തായിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസൊക്കെ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ ഇനിയിപ്പോൾ ബോണറ്റും സെൻറ്ററും ബമ്പറും പെയിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ 2 ദിവസത്തെ വ്ളോഗായിരുന്നു. ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ വർക്കിംഗ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിയാനുള്ള രീതിയിലുള്ള ചെറിയൊരു വ്ളോഗായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ള ബോഡി ഷോപ്പ് വർക്കുകളാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.